ഭൂട്ടാനിൽ നിന്നുള്ള ആഡംബര കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് കടത്തിയെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ അന്വേഷണം. പിന്നീട് പുറത്തുവന്നത് സംഘം നടത്തിയ വലിയ തട്ടിപ്പിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിലെ അന്വേഷണത്തിൽ നിർണായക വഴിത്തിരിവ്. മുഖ്യ സൂത്രധാരന്റെ കൂട്ടാളി അറസ്റ്റിലായിരിക്കുകയാണ്. ജയ്പൂർ സ്വദേശിയായ യാഷ് ആണ് പിടിയിലായിരിക്കുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5 ഭൂട്ടാൻ വാഹനക്കടത്തിൽ നിർണായക അറസ്റ്റാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. മുഖ്യപ്രതിയായ ബംഗാൾ സ്വദേശി വിശ്വദീപ് ദാസിന്റെ കൂട്ടാളിയായ യാഷിനെയാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാൾ ജയ്പൂർ സ്വദേശിയാണ്. ഇയാൾ ഈ വാഹനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ വിൽക്കുകയും ചെയ്യുന്നതിൽ പ്രധാനിയായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത്. വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ആദ്യം ഡൽഹിയിലേക്കും രാജസ്ഥാനിലേക്കും കൊണ്ടുവരും. അതിനുശേഷമാണ് വാഹനം ഇയാൾ വിറ്റിരുന്നത്. വാഹന ഉടമയുടെയും വാങ്ങുന്നവരുടെയും ഇടയിൽ ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിലായിരുന്നു ഇയാൾ ഈ ഇടപാടുകൾ നടത്തിയിരുന്നത്. അതായത് നിയമവിധേയമായ വണ്ടിയാണ് ഇതെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത്. ഇയാളുടെ അറസ്റ്റിലൂടെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഇയാളുടെ പേരിൽ 2 അനധികൃത വാഹനങ്ങൾ, ഭൂട്ടാൻ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഉള്ളത്. വിശ്വദ്വീപിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് യഷിനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരിക്കുന്നത്. നിലവിൽ യാഷ് ഉൾപ്പെടെ 5 അറസ്റ്റാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. കേരളത്തിലെ സിനിമാ നടന്മാർ ഉൾപ്പെടെ പ്രമുഖർക്ക് ഭൂട്ടാനിൽ നിന്ന് എത്തിച്ച അനധികൃത വാഹനങ്ങൾ വിൽപ്പന നടത്തിയിരുന്നു. നുംകു ഓപ്പറേഷൻ എന്ന പേരിൽ ഈ വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ ഒരുപാട് പേർ ഈ വാഹനങ്ങൾ വാങ്ങിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. പല വാഹനങ്ങളും പിടിച്ചെടുക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നിയമവിധേയമായ വാഹനം എന്ന് ധരിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഈ വാഹനങ്ങൾ വിൽപ്പന നടത്തിയിരുന്നത് എന്നുള്ളതാണ് കസ്റ്റംസിന് ലഭിക്കുന്ന വിവരം.